അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഏവർക്കും മിക്കവർക്കും കളഞ്ഞു കിട്ടിയിട്ടുണ്ടാകും സാധനങ്ങൾ. അതെന്തോ ആയിക്കോട്ടെ, ഗോൾഡോ പൈസയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനമോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തോ ആവട്ടെ, അതൊക്കെ നമ്മൾ എന്താ ചെയ്യുക? അത് നമുക്ക് എടുക്കാൻ പറ്റുമോ? കളഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മുന്നിൽ കണ്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? എന്താ ചെയ്യുക എന്നൊക്കെ പല സംശയങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സംശയം തീർക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം പല ആൾക്കാരും ഈ കളഞ്ഞു കിട്ടിയ സാധനം പൈസയാണെങ്കിൽ അത് പള്ളിക്ക് കൊടുക്കും, അല്ലെങ്കിൽ പണ്ടാരത്തിലിടും, അല്ലെങ്കിൽ പാവങ്ങൾക്ക് കൊടുക്കും. അവരെടുക്കാതെ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. കളഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ 4 തരത്തിലുണ്ട്. അപ്പോൾ ആ 4 തരത്തിൽ വില കൂടിയ വസ്തുവാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, അത് വലിയ എമൗണ്ടായി, പൈസയോ ഗോൾഡോ എന്തോ ആവട്ടെ, അങ്ങനെയുള്ള എന്തെങ്കിലും ആണെങ്കിൽ, നശിക്കാത്തൊരു സാധനമാണെങ്കിൽ അത് 1 വർഷം വരെ പരസ്യം ചെയ്യണം. ആ കളഞ്ഞു കിട്ടിയ സ്ഥലത്തോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ഏരിയയിലോ അങ്ങനെ ഒക്കെയുള്ള സ്ഥലങ്ങളിൽ പരസ്യം ചെയ്യാം. അങ്ങനെ പരസ്യം ചെയ്ത് 1 വർഷം പരസ്യം ചെയ്ത് അതിൻ്റെ ഉടമ വന്നിട്ടില്ലെങ്കിൽ, 1 വർഷം പരസ്യം ചെയ്തിട്ട് ആ ഉടമ വന്നിട്ടില്ലെങ്കിൽ ഇത് ഞാൻ ഉടമപ്പെടുത്തുന്നു എന്ന നിയത്തിൽ അവന് അത് ഉപയോഗിക്കാവുന്നതാണ്. അത് അവന് എടുക്കാം. പക്ഷേ ആ എടുത്തിട്ട് അവന് അതിന് ശേഷം ആ ഉടമ തിരികെ വരികയാണെങ്കിൽ അതിന് തുല്യമായ ഒരു എമൗണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ അത് കൊടുക്കേണ്ടതാണ്. രണ്ടാമത്തേതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചിട്ട് നശിക്കുന്ന സാധനം ഉണ്ടാവുമല്ലോ, ഉദാഹരണത്തിന് ഫ്രൂട്ട്സോ അങ്ങനെ പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ അത് നമുക്ക് എന്താ ചെയ്യുക? പരസ്യം 1 കൊല്ലമൊന്നും പരസ്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ അത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ അതിൻ്റെ വിറ്റിട്ടുള്ള കാശ് എടുത്തു വെക്കുക. എന്നിട്ട് അതിൻ്റെ പൈസ അതല്ലെങ്കിൽ അവന് ഭക്ഷിക്കാം, എന്തെങ്കിലും ആയിട്ട്. അപ്പോൾ നമുക്ക് ആ കിട്ടിയ സാധനത്തിന് ഒരു പൈസ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പൈസ ഉടമ വന്നിനെങ്കിൽ അവനത് തിരികെ കൊടുക്കണം. മൂന്നാമതായിട്ട് പറയുന്ന ഒരു നിസ്സാര സാധനം വിചാരിച്ചാൽ ഒരു വെള്ളിൻ്റെ ചെറിയ പീസോ അങ്ങനെ വല്ലതും ചെറുതായിട്ടുള്ള നമുക്കറിയാലോ അതെത്ര ഇതുണ്ട്, എങ്ങനത്തതാണ് വസ്തു. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ ആ ഒരു സാധനത്തിന് പരസ്യം ചെയ്ത് ആ ഒരു സമയത്ത് നമുക്ക് പരസ്യം ചെയ്താൽ മതി. അല്ല അതിനേക്കാൾ കുറച്ച് മുന്തി ഗോൾഡിൻ്റെ പീസാ എന്തെങ്കിലും ചെറിയൊരു പീസാറ്റം കിട്ടിയെങ്കിൽ അത് 3 ദിവസം പരസ്യം ചെയ്യണം. ഓക്കെ. അപ്പോൾ അങ്ങനെ എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ആൾ വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു പൈസ, അതിനൊരു നിശ്ചിതമായ ഒരു പൈസ ഉണ്ടാവുമല്ലോ, ആ ഒരു പൈസ അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നമ്മളെന്തും ആ ഒരു സമയത്ത് എടുക്കുമ്പോൾ, നമ്മളതായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആ നിയത്ത് വെക്കണം. അതിന് ശേഷമാണ് അവർ വരുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു പൈസ അവർക്ക് കൊടുക്കാവുന്നതാണ്. നാലാമതായിട്ട് പറയുന്നത് തീരെ വിലയില്ലാത്ത സാധനങ്ങൾ നഷ്ടപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ, വളരെ എന്താ നിസ്സാരമായ സാധനമാണെങ്കിൽ അതവന് എടുക്കാം. അതവന് പരസ്യം ചെയ്യോ അതിന് തുല്യമായ ഇത് കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ അത് നമ്മൾ ഉടമപ്പെടുത്തുന്നു എന്നിട്ട് നമുക്ക് ആ നിയത്തിൽ നമുക്കത് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.